ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഒത്തിരി ആൾക്കാർ നമ്മുടെ ഷോർട്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരാം കേട്ടോ, ഉടനായിട്ട് തന്നെ വരാം. കാര്യം ഇപ്പം ഞാൻ വെയിറ്റ് ഒന്നും നോക്കാതെ നിൽക്കുകയാണ്. ഈ ഒരു 100 ഡേയ്സൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്തിരി ഒന്ന് നമുക്കൊരു റിലീഫ് വേണമല്ലോ. അതുമാത്രമല്ല, നെക്സ്റ്റ് മന്ത് ഒരു ട്രിപ്പ് കൂടിയുണ്ട്. അത് നമ്മുടെ ഇതിൻ്റെ കമ്പനിയുടെ ആവശ്യമായൊരു ട്രിപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നത് കൊണ്ട് ആ ഒരു ടൈമിലൊന്നും ഡയറ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം പോണത് ബോംബെക്കാണ്. അപ്പം അവിടെ പോകുമ്പോഴത്തേക്കും കിട്ടണത് പ്രത്യേകിച്ച് നമ്മുടേതായ രീതിയിലുള്ള ആഹാരം കിട്ടുക, എന്താണ് ആ സിറ്റുവേഷൻ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഡയറ്റ് പതിയെ തുടങ്ങാം. എന്നാലും വെയിറ്റ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് രാവിലെ ഞാൻ എപ്പോഴും കുടിക്കുന്ന പോലെ തന്നെ ഒരു ചൂടുവെള്ളം കുടിക്കാറുണ്ട്. പിന്നെ നല്ല ഒരുപാട് ശീലങ്ങളാണ് നമുക്ക് ഡയറ്റ് ചെയ്തതുകൊണ്ട് കിട്ടിയത്. പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്, മധുരം തൊട്ടിട്ടില്ല കേട്ടോ. ആ ഒരു കാര്യമാണ് ഡയറ്റ് കഴിഞ്ഞാലും എൻ്റെ കൂടെ ഡയറ്റ് നിർത്തിയവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇനി ശ്രമിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ തന്നെ നമുക്ക് നല്ല എക്സസൈസാണ്. നമ്മളെല്ലാ തരത്തിലുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ ഓടി നടന്ന് ചെയ്യുന്നതല്ലേ. അപ്പോൾ തൂക്കലും തടക്കലും നമ്മുടെ ഓട്ടവും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നല്ല എക്സസൈസ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരാഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ വീതം വാക്കിംഗ് എങ്കിലും തിരഞ്ഞെടുക്കുക. പിന്നെ നിങ്ങളും ഒരു റിലീഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ഫുഡ് കൺട്രോൾ ചെയ്ത് പോകുക കേട്ടോ. ഞാനിപ്പോൾ 2 മാസത്തിന് മുകളിലായി വർക്കൗട്ട് ചെയ്തിട്ട് ജിമ്മിന് പോകണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. ന്യൂ ഇയറിൻ്റെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, എന്നിട്ടും നടന്നില്ല. അപ്പം എന്തായാലും ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ് പീരീഡ്സിൻ്റെ. ഇത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വീണ്ടും വിചാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയുണ്ട്, അതുപോലെ തന്നെ എല്ലാ മാസവും 1-ാം തീയതി ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ രാവിലത്തേക്കുള്ള അന്നേരം ഇന്ന് വയ്യാത്തത് കൊണ്ട് പുട്ടും ഇന്നലത്തെ ഇച്ചിരി കടലക്കറി ഉണ്ടായിരുന്നു, അതിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്നലെ ഇത്തിരി ബിരിയാണി കിട്ടിയത് മോൻ പ്രത്യേകം പറഞ്ഞ് അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണമെന്നും, അങ്ങനെ അതിനിച്ചിരി സാലഡും കൂടെയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം തലേന്നത്തെ ബിരിയാണിയും ഇച്ചിരി അച്ചാറും സാലഡുമാണ് അവൻ്റെ ഇന്ന് ഉച്ചക്ക് ലഞ്ച് സ്പെഷ്യലായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പോൾ അവന് മധുരമൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള നല്ലൊരു ശീലം അവനും കൊടുക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. മധുരം കാണുമ്പോഴത്തേക്കും ഇപ്പോൾ പേടിയാണ്, ഭയമാണ്. മധുരം വേണ്ട, മധുരം ഒഴിവാക്കി നിർത്താം. ഫ്രൈ ഐറ്റംസ് വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. അതൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ഈ കുറച്ച് വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നെക്സ്റ്റ് ചലഞ്ചിൻ്റെ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും നെക്സ്റ്റ് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സാലഡ്, കുക്കുംബറും ഇച്ചിരി സവാളയും കുറച്ച് പച്ചമുളകും, അത് മാത്രമാണ് കേട്ടോ സാലഡിലിട്ടിരിക്കുന്നത്. അപ്പോൾ തൈര് വേണ്ടാന്ന് പറഞ്ഞ് കുറച്ച് നാരങ്ങാനീര് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, അല്പം ഉപ്പും ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ പാത്രത്തിലിട്ട് വെച്ച് അവൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച്, പിന്നെ നമുക്കുള്ള മുട്ട, അതൊരു ഹാഫ് ബോയിൽഡ് മുട്ട, അതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് എടുത്ത് പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം കുക്കറിൽ ഞാൻ വിസിലടുപ്പിക്കൂല, വിസിലടിക്കാറാകുമ്പോഴത്തേക്ക് അങ്ങനെ ഓടിപ്പോയി ആ വിസിലങ്ങോട്ട് ആ കുക്കർ അങ്ങ് ഓഫ് ചെയ്തേക്കും. അതാണ് നമ്മുടെ ഹാഫ് ബോയിലായിട്ട് എടുക്കുന്നത്. ഇല്ലെങ്കിൽ പാത്രത്തിൽ വെച്ച് തിളപ്പിച്ചെടുക്കാമെന്ന് വെച്ചാൽ തിളച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മുട്ട അതിനകത്ത് കിടന്ന് ഇടിച്ച് ഇടിച്ചത് അത് പൊട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വേവിൽ കിട്ടുകയില്ല. എനിക്ക് ആ ഒരു മഞ്ഞ വെള്ളം പോലെ ഇരിക്കാനല്ല, ഒരു ചെറിയൊരു ആ വേവ് കുറവിൽ കിട്ടണം. അപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവനെ യാത്രയാക്കി സ്കൂളിലേക്കൊക്കെ അയച്ചു. ഇവിടുന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സസൈസ് അവന് കിട്ടുന്നുണ്ട്. പിന്നെ വൈകുന്നേരം വന്നിട്ട് വീണ്ടും മദ്രസയിൽ പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു ചവിട്ടൽ, സൈക്കിൾ നന്നായിട്ട് ചവിട്ടാനുള്ളൊരു ദൂരം അവന് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇക്കാക്കുള്ള ചായ. അപ്പോൾ ചായയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ പഞ്ചസാര എന്നൊരു സാധനം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പനങ്കൽക്കണ്ടം, മധുരം ഇല്ലാതെ കുടിക്കൂല എന്ന് വാശി പിടിക്കുമ്പോഴത്തേക്കും കുറച്ച് പനങ്കൽക്കണ്ടം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അത് പൊടിച്ചിട്ട് കൊടുക്കും. അതിനുശേഷം ഞാൻ സ്മൂത്തിയാണ് എടുത്തത് കേട്ടോ. സ്മൂത്തി എടുത്ത് അതുപോലെ തന്നെ 2 മുട്ട പുഴുങ്ങിയതും എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ചോദിച്ചാണ്, അതിനകത്ത് ഷെയ്ഡ് നമ്പർ 12 എന്നൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. ഞാൻ ഈ ഒരു സാധനമൊന്നും യൂസ് ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ ഇത് ഷോർട്സ് ഇട്ടതിൻ്റെ പേരിൽ വാപ്പി എന്നെ വിളിച്ച് നല്ല രീതിയിൽ ഫയർ ചെയ്തായിരുന്നു. ലിപ്സ്റ്റിക്കൊന്നും നമുക്ക് വേണ്ട മോനെ. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ എടുത്തതേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്യുക. എല്ലാ സ്കിൻ ടോൺകാർക്കും അത് യൂസ് ചെയ്യാവുന്നതാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ കാണിച്ചത്. ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ പെട്ടിയിലാക്കി എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലിപ് ബാം ഇടുന്നതല്ലാതെ ഞാൻ ഇതൊന്നും സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാറില്ല.
അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് ഇന്നിപ്പോൾ കമ്പനിയിൽ പുതിയ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറുക്കുണ്ടാക്കുന്ന ഹെൽത്ത് മിക്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയിരുന്നു. ഇതേ അങ്ങനെയെല്ലാം കഴുകി വാരി ഊറ്റി നമ്മുടെ ഡ്രയറിലോട്ട് വെക്കുകയാണ് ഉണക്കാനായിട്ട്. അത് ഉണങ്ങി അതുപോലെ തന്നെ വറുത്ത് പൊടിച്ചാണ് വരുന്നത്. 30-ൽ പരം ഐറ്റംസാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കുറുക്കിൻ്റെ പൊടിയാണ്. ഈ അമൃതം പൊടിയില്ലേ, ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. നല്ല അടിപൊളി ഒരു ഹെൽത്ത് മിക്സാണ് നമ്മുടെ കുട്ടികൾക്കായിട്ട് നമ്മൾ നാത്തും ടീം ഒരുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രയറിലേക്ക് ഓരോ തട്ടപ്പോൾ കുറേശ്ശെയായിട്ട് വെക്കാമെന്ന് കരുതി. കാര്യം ഡ്രയറൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ മറ്റേത് നമ്മുടെ നട്ട്സിൻ്റെ മിക്സ് ഇതാക്കുന്ന അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേശ്ശെയായിട്ട് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൈത്താങ്ങെന്ന് പറയുന്നത്, എൻ്റെ കൂടപ്പിറപ്പുകളായിട്ട് എന്നോടൊപ്പം നിൽക്കുന്നവർ. അപ്പോൾ എടുത്ത് വെച്ച് ജസ്റ്റ് അതിൻ്റെ ആ ഒരു കട്ട് ഓഫ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞാനൊന്ന് താഴോട്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വീണ്ടും അടച്ച് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ സാധനം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണമല്ലോ. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. നമുക്ക് ഒരു സാധനത്തിനും പ്രിസർവേറ്റീവ്സ് ചേർക്കാതെയാണ് കേട്ടോ ഞങ്ങൾ ഇറക്കുന്നത്. അത് കേടാവാതിരിക്കാൻ യാതൊരു ഇത്. അതുപോലെ അത് ലേഹ്യത്തിൻ്റെ കാര്യത്തിലാണേലും നമ്മുടെ ഹെൽത്ത് മിക്സിൻ്റെ കാര്യത്തിലാണേലും കൊച്ചു മക്കളുടെ ഹെൽത്ത് മിക്സിൻ്റെ കാര്യത്തിലാണേലും ഞങ്ങൾ ആ ഒരു ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളതിൻ്റെ എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കേഷനും അതിൻ്റെ ലാബ് ടെസ്റ്റും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു സന്തോഷമാണ് ഏറ്റവും വലുത്. അങ്ങനെ ഡ്രയറിൽ വെച്ചിട്ട് ഞാൻ അതേ വീട്ടിലോട്ട് പോയി. അപ്പോൾ കുറച്ച് പുട്ട് ഗോതമ്പിൻ്റെയാണ് കേട്ടോ. പുട്ടും മീൻകറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിച്ചിട്ട് പെടേന്നോടി ഇറങ്ങി. അപ്പം നല്ല പെയിനുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ ഇത്തിരി ക്രേവിങ്സ് നല്ലൊരു രീതിയിലുള്ളൊരു ടൈമാണല്ലോ ഇത്. അപ്പോൾ ഞാൻ പോണ വഴി ഒരു കരിമ്പ് ജ്യൂസ്, അതാണ് എൻ്റെ ക്രേവിങ്സിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിക്കറൊക്കെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി എടുത്ത് ഇക്കൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെലിവറി ദിവസമായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ജസ്റ്റ് വണ്ടി പള്ളിയിലേക്ക് ഒന്ന് കൊണ്ടുപോയി സാധനമൊക്കെ വാങ്ങിക്കാൻ നിന്നപ്പോൾ മോനെ പെട്ടെന്ന് ഇച്ചിരി മന്തി തിന്നണമെന്നൊരാഗ്രഹം. അങ്ങനെ ജസ്റ്റ് അത് ഉണ്ടാക്കാനായിട്ട് ചിക്കനൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ചിക്കനും വാങ്ങിച്ച് വണ്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും ഈ ആശാൻ വന്ന് നമ്മുടെ ചിക്കൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അങ്ങനെ ഞാൻ ആ കടയിൽ നിന്ന് തന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് എടുത്തപ്പോഴേക്കും ആദ്യം എന്നെ ഒരു അടിമുടി നോട്ടം. കാര്യം നീ ചിക്കൻ വണ്ടിയിൽ വെച്ചിട്ട് എനിക്ക് ബിസ്ക്കറ്റ് തന്ന് പറ്റിക്കുവാണോ ഡി എന്നുള്ള ഇതായിരിക്കും. എന്നാലും അയാൾ കൊടുത്ത സ്നേഹത്തിന് വാലാട്ടി നിന്ന് അത് കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാം അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ പച്ചക്കറി കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് പാത്രത്തിലൊക്കെ ആക്കി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ പകലൊന്നും ഇല്ലാത്തത് കൊണ്ട് വലുതായിട്ടുള്ള സാധനം സ്റ്റോർ ചെയ്യാറില്ല. എന്നാലും ഈ ചില സാധനങ്ങൾക്ക് ഇതൊക്കെ ചേർക്കേണ്ടിയിരിക്കുന്നല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം പോയി വാങ്ങിച്ചു. പിന്നെ എണ്ണയെല്ലാം ഒഴിച്ച് വെച്ചു. എണ്ണ ഊറ്റിക്കഴിഞ്ഞാലും അതിനകത്ത് കുറച്ചുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാറ്റി ഞാൻ അവിടെ ചാരി വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ നാളെ രാവിലെ സെറ്റായി വരത്തുള്ളൂ. അപ്പോൾ മുമ്പൊരു പട്ടിക്കഥയുണ്ട് എനിക്ക്. ഒരു കുഞ്ഞു പട്ടിക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്ന ഇറച്ചിയിൽ നിന്ന് നെയ്യ് കഷ്ണം കൊടുക്കുമായിരുന്നു. അതിന് എൻ്റെ കെട്ടിയും എന്നെ പറഞ്ഞ് ഇപ്പോഴും കളിയാക്കാറുണ്ട്. കൊടുത്ത് പട്ടി വലുതാകുന്നതിനനുസരിച്ച് പട്ടി എൻ്റെ പുറകെയായി. അവസാനം ഞാൻ എവിടെ പോയാലും പട്ടി എൻ്റെ പുറകെയായി. അങ്ങനെ ഒരു വടി വീശി നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഇതെൻ്റെ പുറകെ ആയപ്പോഴത്തേക്കും അവനെ ഓടിക്കാൻ ഒരുപാട് പാടുപെട്ട്. നമുക്ക് തൊടുന്നതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് പണ്ട് പോലെ കേട്ട് കേൾവിയുള്ളൊരു കാര്യമല്ലേ, അതുകൊണ്ടിട്ട് തന്നെ ഒരു ഭയമാണല്ലോ. അങ്ങനെ അവനെ പിന്നാലെ വന്നിരുന്ന ആ പട്ടിക്കുട്ടിയെ മാറ്റാൻ ഒരുപാട് പ്രയാസപ്പെട്ടാണ്. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മുടെ ചിക്കനും ഒക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാകുമ്പോഴേക്കും പെട്ടെന്ന് രാത്രിയിലത്തെ പരിപാടിയും കഴിയും. കുറേ ദിവസം ഇങ്ങനെ ചെയ്ത് കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ തൈര് സാലഡാണ് എടുക്കുന്നത്. രാവിലെ സ്മൂത്തി എടുത്തിട്ടുണ്ടായിരുന്നു. വൈകിട്ട് മിക്കവാറും സ്മൂത്തിയൊക്കെയാണ് എടുക്കാറ്. പിന്നെയും സാധാരണ ഭക്ഷണങ്ങളിലേക്ക് അളവ് കുറച്ച് കഴിക്കാനായിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ അതും എടുത്ത് സാലഡും ഉണ്ടാക്കി വെച്ച്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് അരിയുമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ വെള്ളം കൂടുതലാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. പക്ഷേ ഇക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് വേവിച്ചുകൊണ്ട് കൊടുത്താൽ. അപ്പോൾ അന്നേരം പറയും എന്നോട് കുക്കറിലിട്ട് പണിയാനേ എനിക്ക് അറിയത്തുള്ളൂ എന്നും പറഞ്ഞ് വഴക്കാവും അവസാനം. എന്നാലും കുഴപ്പമില്ല, കുക്കറിൽ സെറ്റായി കിടക്കുമായിരുന്നു. ചെറിയൊരു വേവ് കൂടുതലുണ്ടായിരുന്നു എന്നൊരു സംശയം.
അങ്ങനെ അതെടുത്ത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വെറുതെ വഴക്ക് കേൾക്കണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലോട്ടെല്ലാം സെർവ് ചെയ്ത് ഇന്നത്തെ ഫുഡ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയും ചലഞ്ചും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ, സീ യു.